ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط فتقعد ملوما محسورا. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മുത്തഖികളായി ജീവിക്കണമെന്ന് സ്വയമെന്ന പോലെ നിങ്ങളെയും ഞാൻ ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഉള്ളതെല്ലാം ലഭിച്ചതെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയതാണ്. നമ്മുടെ ജനനം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കുടുംബം, നമ്മുടെ നാട്, നമ്മുടെ ആസ്തികൾ, വസ്തുവകകൾ എല്ലാം റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. അതിനനുസൃതമായി നമ്മൾ അവനോട് കടപ്പെടേണ്ടതും നന്ദി കാണിക്കേണ്ടതും വിശ്വാസപരമായി മാനസികമായി അംഗീകരിക്കുകയും വിധേയത്വം കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കുള്ള അടിമയുടെ അംഗീകാരമാണ് അവർ റബ്ബിനോട് കാണിക്കുന്ന നന്ദി എന്ന് പറയുന്നത്. സാമ്പത്തികമായി സമ്പത്ത് എത്ര വലിയ അനുഗ്രഹമാണ് എന്ന് സാമ്പത്തികമായി ഏറ്റവും അധികം പ്രയാസപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. അനിവാര്യമായ ഒരു കാര്യം നിർവഹിക്കുവാൻ വേണ്ടി ഭക്ഷണം കൊടുക്കണം കുഞ്ഞ് വിശന്ന് കൺമുമ്പിൽ കരയുകയാണ്. ഭക്ഷണം യഥേഷ്ടമുണ്ട്, വാങ്ങണമെങ്കിൽ കയ്യിൽ കാശ് വേണം. ഇപ്പോൾ വിശന്ന് കരയുന്ന കുഞ്ഞിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ കാശില്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിയ മാതാവിനോ പിതാവിനോ അറിയാം സമ്പത്തിൻ്റെ വില എന്താണ് എന്ന്, അതിൻ്റെ മൂല്യം എന്താണ് എന്ന്. അപ്പോൾ നമുക്കെല്ലാം നൽകിയത് അള്ളാഹുവാണ്. സമ്പത്തിൻ്റെ ആത്യന്തികമായ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാകും. അതിൻ്റെ പരമാധികാരി അള്ളാഹുവാകും. സൂറത്തുൽ ബഖറയിൽ തന്നെ ആരംഭിക്കുന്നിടത്ത് നമുക്ക് കാണാം, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അവരുടെ കയ്യിലുള്ളത് ചെലവഴിക്കുന്ന ആളുകൾ എന്നല്ല, വമിമ്മാ നാം നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്ന ആളുകൾ. അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്ന ആളുകൾ എന്നാണ് അവിടെ മുത്തഖികളുടെ വിശേഷണമായി അള്ളാഹു എടുത്തു പറഞ്ഞിടത്ത് മൂന്നാമതായി പറയുന്ന കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുമെന്നതാണ്. അപ്പോൾ നമ്മുടെ സമ്പത്തിനെക്കുറിച്ച് നമുക്ക് ആദ്യമായി ഉണ്ടാവേണ്ട ധാരണ ഇതെൻ്റേതല്ല, ഇതെൻ്റേതാണ് എന്നല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത്. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ്, ഞാൻ ചോര വിയർപ്പാക്കി സമ്പാദിച്ചതാണ് എൻ്റെ സമ്പത്ത് എന്നാണ് നമ്മുടെയൊക്കെ ധാരണ.
നമ്മുടെയൊക്കെ ധാരണ അങ്ങനെയാണ്. എൻ്റെ അധ്വാനത്തിൻ്റെയും എൻ്റെ കഴിവിൻ്റെയും ഫലമായി ഞാൻ ഉണ്ടാക്കിയെടുത്തത്, ഞാൻ വടിച്ചു കൂട്ടിയത്, ഞാൻ അടിച്ചു കൂട്ടിയതുമാണ് എൻ്റെ അടുക്കൽ ബാക്കി കിടക്കുന്ന എൻ്റെ സമ്പത്ത് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ നമ്മൾ അപ്പുറം ഇപ്പുറം തിരിഞ്ഞു നോക്കും. നിന്നേക്കാൾ കഴിവുള്ളവൻ, നിന്നേക്കാൾ ശേഷിയുള്ളവൻ, നിന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവൻ, നിന്നേക്കാൾ സാമർഥ്യമുള്ളവൻ, നിന്നേക്കാൾ ശേഷിയുള്ളവൻ, എന്ത് കാര്യം ചോദിച്ചാലും റെഫറൻസ് ഇല്ലാതെ ഉപദേശം നൽകാൻ കഴിവുള്ളവൻ, അവൻ 5 കാശ് സമ്പാദിക്കാൻ സാധിക്കാതെ തൊട്ടതെല്ലാം പിഴച്ച് നഷ്ടത്തിലും കടത്തിലും അകപ്പെട്ട് ജീവിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്, ചുറ്റുപാടുകളിലുണ്ട്. നീ പഠിക്കാൻ ഏറ്റവും മിടുക്കനായിരുന്നോ? ക്ലാസ്സിൽ നീ ഒന്നാമനായിരുന്നോ? നീയായിരുന്നു ഏറ്റവും ഉന്നതമായ മാർക്ക് കരസ്ഥമാക്കിയവൻ? നീയാണോ ഏറ്റവും അധികം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവനാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ ബറക്കത്താണ്, അനുഗ്രഹമാണ്. പരീക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ഒരു ബാധ്യസ്ഥ നമ്മൾ ഏറ്റെടുത്തതിൻ്റെ പ്രകടനമാണ് സദഖ എന്ന് പറയുന്നത്. സദഖ എൻ്റെ ഔദാര്യമായി ഞാൻ അവകാശികൾക്ക് നൽകുന്ന ഒന്നല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം എൻ്റെ കയ്യിലുള്ളതെല്ലാം നാഥ നീ നൽകിയതാണ്, ഇതിൻ്റെ പരമാധികാരിയും ഉടമസ്ഥാവകാശിയും നീയാണ്. അതുകൊണ്ട് നീ പറഞ്ഞ പ്രകാരം ഞാൻ ഇതിൽ നിന്ന് എന്നെ ഇത് കൈകാര്യം ചെയ്യുവാൻ വേണ്ടി മാത്രം നീ ഏൽപ്പിച്ചതാണ്. നീ പറഞ്ഞ പ്രകാരം അതിൻ്റെ അവകാശികൾക്ക് നാഥ നീ നൽകുന്നു എന്നതിൻ്റെ പ്രകടനമാണ് സദഖ എന്ന് പറയുന്നത്. ഉള്ളവൻ ഇല്ലാത്തവർ നൽകുന്ന ഔദാര്യമല്ല. ഉദാരമതികളെ എന്നൊക്കെ ആളുകൾ പ്രയോഗിക്കുമെങ്കിലും ധർമ്മം ചെയ്യുന്നവൻ ഉദാരമതി എന്ന് നമ്മൾ പറയുമ്പോഴും അള്ളാഹുവിന് നമുക്കുണ്ടാവേണ്ട ധാരണ ഇതാണ്: അള്ളാഹുവാണ് സമ്പത്തിൻ്റെ പരമാധികാരിയും ഉടമസ്ഥാവകാശിയും എന്ന അടിമയുടെ സമ്മതപത്രവും അംഗീകാരവുമാണ് അവൻ ചിലവഴിക്കുന്ന ധർമ്മമെന്ന് പറയുന്നത്. അതിന് വിമുഖത കാണിക്കുന്നവൻ അത് അംഗീകരിക്കാതിരിക്കുകയാണ്. അവിടെയാണ് പിശുക്ക് വലിയ വിഷയമായി ഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിശുക്കിനെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ ആക്ഷേപിച്ച് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. പിശുക്ക് കാണിക്കുന്ന ആളുകൾ സ്വന്തം കാര്യത്തിന് വേണ്ടി പോലും പിശുക്ക് കാണിക്കുന്ന ആളുകളുണ്ട്. നേരാവണ്ണം ഭക്ഷണം കഴിക്കില്ല, ഉണ്ടായാലും മുടിക്കില്ല, ഭക്ഷണം കൊടുക്കേണ്ടവർക്ക് ഭക്ഷണം കൊടുക്കില്ല. വീട്ടിലേക്ക് ആരെങ്കിലും അതിഥികൾ വരുന്നത് പോലും അവർക്ക് ഭയമാണ്. കയ്യിൽ നിന്ന് കാശ് ചിലവാകുമെന്ന പേടി നിമിത്തം അതുപോലും ഭയക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ കുടുംബബന്ധങ്ങൾ അറുത്ത് മാറ്റി സാമൂഹ്യമായ ചുറ്റുപാടുകളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് തൻ്റെ സമ്പത്തും മുറുക്കിപ്പിടിച്ച് ജീവിക്കുന്ന, തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബത്തിന് വേണ്ടിയും ചിലവഴിക്കാൻ മടിക്കുന്ന, രോഗം വന്നാൽ കാശ് ചിലവാകുമെന്ന് ചികിത്സിക്കാൻ പോലും മടിക്കുന്ന ആളുകൾ, സമ്പത്തിനോട് ആർത്തിമൂത്ത ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ചുറ്റുപാടുകളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ രണ്ടിനെയും വിലക്കുന്നുണ്ട്. ചിലവഴിക്കാത്തവരെയും അതുപോലെ ഒന്നും നോക്കാതെ കണ്ണടച്ച് കയ്യിലുള്ളതാം യാതൊരു തത്തദീക്ഷയുമില്ലാതെ വാരിക്കോരി ചിലവാക്കുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിക്കുന്നു. വലാ തജ്അൽ യദക മഗ്ലൂല ഇലാ ഉനുഖിക, നിന്റെ കൈ നീ പിരടിയിലേക്ക് കെട്ടിവെക്കരുത്. വലാ തബ്സുതുഹാ കുല്ലൽ ബസ്ത്, അത് നീ പൂർണ്ണമായി പരത്തിവെക്കുകയും ചെയ്യരുത്. ഫതഖുറദ മലൂമൻ മഹ്സൂറ, അങ്ങനെയാണെങ്കിൽ നീ 2 കാര്യങ്ങൾ അല്ലാഹു പറയുന്നത്: ഒന്ന്, നീ ആക്ഷേപിക്കപ്പെട്ടവനായിത്തീരും. രണ്ടിനും ആക്ഷേപിക്കപ്പെടും. ഒന്ന്, പിശുക്കി വെച്ചാലും ആക്ഷേപിക്കപ്പെടും, ദുർവ്യയം ചെയ്താലും ആക്ഷേപിക്കപ്പെടും. അതുപോലെ മഹ്സൂറ, നഷ്ടകാരിയായിത്തീരും. പിശുക്കി വെച്ചാൽ ദുനിയാവിൽ ലഭ്യമായ അനുഗ്രഹങ്ങൾ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുവാൻ പോലും തയ്യാറാകാത്ത ആളുകൾക്ക് നഷ്ടമല്ലാതെ പിന്നെ മറ്റെന്താണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 പേരോട് ശക്തമായി കോപിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ യുബ്അലുഹുമുല്ലാഹ്, 3 ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കോപിക്കും. ഒന്ന്, മലിക്കുൻ കദ്ദാബ്, കള്ളം പറയുന്ന രാജാവ്, കള്ളം പറയുന്ന ഭരണാധികാരി. വായിലും മുസ്തക്ബിർ, ദരിദ്രനാണ് പക്ഷെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. വായിലും മുസ്തക്ബിർ, അഹങ്കാരിയായ ദരിദ്രൻ. വഅനിയുൻ ബഖീൽ, ലുബ്ധി കാണിക്കുന്ന, പിശുക്ക് കാണിക്കുന്ന സമ്പന്നൻ. ഈ 3 ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സമ്പത്തിനോട് ബഖൽ കാണിക്കുന്ന ആളുകളുണ്ട്,
അറിവിനോട് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പോലും മടി കാണിക്കുന്ന ആളുകളുണ്ട്. അറിവിൻ്റെ കാര്യത്തിൽ ലുബ്ധ്, കഷ്ടപ്പെട്ട് പഠിച്ചതാ, വായിച്ച് പഠിച്ചതാ, കുറേ അനുഭവിച്ച് പഠിച്ചതാ അല്ലേ, വേണമെങ്കിൽ അവനും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞൊരാൾ ആപത്തിലേക്ക് അകപ്പെടാൻ പോവുകയാണെങ്കിലും ഗുണകാംക്ഷ നിർഭരമായ ഒരു സന്ദേശം നൽകാൻ പോലും മടിക്കുന്ന, അറിവിൻ്റെ കാര്യത്തിൽ മടി കാണിക്കുന്ന ആളുകളുണ്ട്. ഭക്ഷണം ഷെയർ ചെയ്യാൻ മടിക്കുന്ന ആളുകളുണ്ട്. സലാം പറയാൻ പോലും പിശുക്ക് കാണിക്കുന്ന ആളുകളുണ്ട്. സംസാരിക്കാൻ പിശുക്ക് കാണിക്കുന്ന ആളുകൾ. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു. അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊരു വാക്ക് കൊണ്ട് തീർക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. എന്നിട്ട് അത് മിണ്ടാതെ മൗനം പാലിച്ച് സംസാരത്തിൽ പിശുക്ക് കാണിച്ച് ആ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് തീർക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അകൽച്ചകൾ സൃഷ്ടിക്കുന്ന ആളുകളുണ്ട്. നാവനക്കാൻ മടി കാണിക്കുന്ന മനുഷ്യർ, പിശുക്ക് കാണിക്കുന്ന ആളുകൾ. അതുപോലെ ബന്ധുക്കളെയും കുടുംബക്കാരെയും ഒക്കെ ഭക്ഷണം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് വിചാരിച്ച് അകറ്റി നിർത്തുന്ന ആളുകളുണ്ട്. ഇതൊക്കെ പിശുക്കിൻ്റെ ബഹുമുഖമായ തലങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാം ഒരു പിശുക്കിനെ സംബന്ധിച്ചിടത്തോളം ലുബ്ധനായ ഒരു മനുഷ്യൻ, ലുബ്ധ് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലുബ്ധ് കാണിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ ലുബ്ധ് കാണിക്കുവാൻ വേണ്ടി ഉപദേശിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പിശുക്കന്മാരുടെ സ്വഭാവമാണത്. എടാ വെറുതെ പിരിവ് വരും, കരുതിയെന്നോ, കൊടുക്കണ്ട, കൊടുക്കാൻ വേണ്ടി നീട്ടിയ കൈ തട്ടിമാറ്റും, തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് തട്ടിമാറ്റും. പല ഉപദേശങ്ങൾ നൽകും, പല രൂപത്തിൽ. കരുതിക്കോ, ഗൾഫിലേക്ക് പെട്ടിയും കെട്ടിപ്പോവുക, ദരിദ്രമായ ഒരു കുടുംബം ചുമലിലുണ്ട്. ആദ്യം കൊടുക്കുന്ന ഉപദേശം, കിട്ടുന്ന പണമൊക്കെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടി നശിപ്പിച്ച് കളയേണ്ട കേട്ടോ, കുറച്ച് പിടിച്ചു വെച്ചോളേണ്ടി എന്ന. ഇതൊക്കെ ഉപദേശങ്ങളാണ്. അപ്പം പിശുക്ക് കാണിക്കുന്നവൻ കുടുംബത്തെ അവർ പിശുക്ക് ഉപദേശിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അല്ലദീന യബ്ഖലൂന വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ. ലുബ്ധ് കാണിക്കുകയും ജനങ്ങളോട് ലുബ്ധിന് വേണ്ടി കൽപ്പിക്കുകയും ചെയ്യും. അവർ പിശുക്ക് കാണിക്കുകയും ചെയ്യും. പിശുക്ക് കാണിക്കുന്ന ആളുകൾ അവർ വയഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, ജനങ്ങളോട് പിശുക്ക് കാണിക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യും. വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ലഭിച്ചത് മറച്ചു വെക്കുന്ന ആളുകൾ. വഅതദ്നാ ലിൽ കാഫിരീന അദാബൻ മുഹീന, കുഫറിനോട് ചേർത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ വിശേഷിപ്പിച്ചത് എന്നത് സഹോദരന്മാർ ഗൗരവത്തോടുകൂടി നമ്മൾ കാണിക്കണം. ആരാണ് പിശുക്ക് കാണിക്കുന്ന ആളുകൾ? അവർ യഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, പിശുക്ക് കാണിക്കുവാൻ വേണ്ടി ആളുകളോട് അവർ കൽപ്പിക്കുകയും ചെയ്യും. വയക്തുമൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവന് നൽകിയത് മറച്ചു വെക്കുന്ന ആ കൂട്ടർ. അവര് അള്ളാഹു പറയുകയാണ്, അപമാനകരമായ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ വളരെ കുഫറിനോട് ചേർത്ത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. ഗൗരവതരമായ വിഷയമാണ്. മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങൾ, മക്കയിൽ നിന്ന് എല്ലാം വിട്ടെറിഞ്ഞ് ആദർശത്തിന് വേണ്ടി മദീനയിലേക്ക് പലായനം ചെയ്തെത്തിയ മുഹാജിറുകളായ ആളുകളോട് മദീനയിലുള്ള അൻസാറുകൾ കാണിച്ച സ്നേഹപ്രകടനങ്ങൾ നമുക്കറിയാം. സ്വന്തമെന്ന് നോക്കാതെ ഉള്ളത് എന്താണെന്നും എത്രയാണെന്നും അളവെടുക്കാതെ സഹോദരങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിക്കുകയും അവർക്ക് വേണ്ടി താമസവും ഭക്ഷണവും സൗകര്യങ്ങളും ഒരുക്കിയ ത്യാഗപൂർണമായ ഒരു ചരിത്രത്തിൽ തന്നെ ഒരു വിസ്മയമാണ്. പാലായനം ചെയ്തെത്തിയ ഒരു ജനക്കൂട്ടത്തിന് വേണ്ടി ഏറ്റുവാങ്ങിയ ജനത ഇതുപോലൊരു സ്വീകരണം ചരിത്രത്തിൽ അതിന് മുമ്പോ ശേഷമോ നമുക്ക് കാണുവാൻ സാധിക്കില്ല. അത്രമേൽ ഹൃദയത്തോട് സ്നേഹത്തോടെ അവരെ ചേർത്ത് നിർത്തുകയും അവർക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്തു അൻസാറുകൾ. അവരെ പുകഴ്ത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണ് തൻ്റെ മനസ്സിൻ്റെ ലുബ്ധതയെ സൂക്ഷിച്ചവൻ? മനസ്സിൻ്റെ ലുബ്ധതയെ, ഷുഹ് എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത്, ഒന്ന് ഉള്ളത് കൊടുക്കില്ല, രണ്ട് മറ്റുള്ളവൻ്റെ തനിക്ക് ലഭിക്കണമെന്ന ആർത്തിയും ഉണ്ടാകും. ഒരേ സമയം ആർത്തിയോടുകൂടി പിശുക്ക് കാണിക്കുന്നവനെ സംബന്ധിച്ചാണ് ഷുഹ് എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത്. സൂറത്തുൽ തആബുനിലും അതുപോലെ തന്നെ സൂറത്തുൽ ഹശ്റിലും ഇതേ വാചകം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുന്നുണ്ട്. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ. ആര് തൻ്റെ മനസ്സിൻ്റെ ലുബ്ധതയെ സൂക്ഷിച്ചുവോ, അതിനോട് തഖ്വ കാണിച്ചുവോ, അവൻ അക്കൂട്ടർ വിജയികളിൽപ്പെട്ടവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സന്തോഷ വാർത്ത അറിയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, സമ്പത്ത് എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ഒരു കാര്യമാണ്. അത് കൈകാര്യം ചെയ്യുക എന്നത് മാത്രമാണ് നമ്മൾ നിർവഹിക്കുന്നത്. അള്ളാഹു തന്ന അനുഗ്രഹത്തെ വകവെച്ച് കൊടുക്കലാണ് അവൻ പറഞ്ഞ മാർഗത്തിൽ അത് ചിലവഴിക്കുക എന്നത്. അല്ലാത്തത് ധിക്കാരമാണ്. അതുകൊണ്ട് തന്നെ ബുഖ്ല് ഗുരുതരമായ ഒരു വിഷയമായി ഭവിക്കുന്നതും അവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാർത്ഥ മുത്തഖീകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഉസീഖും ബിഇബാദില്ലാഹി ഇയ്യായ ബിതഖ്വല്ലാഹ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വയം എന്ന പോലെ നിങ്ങളെയും ഞാൻ ഉപദേശിക്കുകയാണ്. നമ്മൾ അറിയാതെ നമ്മെ പിടികൂടുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ അഭയം തേടേണ്ട ഒരു ദുർഗുണമാണ് ഈ ലുബ്ദ് എന്ന് പറയുന്നത്. ആദ്യമൊക്കെ കൊടുക്കുമായിരുന്നു, പിന്നെ കൊടുക്കാതായി. പരിപടുത്ത ജീവിത അനുഭവങ്ങൾക്ക് മുമ്പിൽ മനുഷ്യൻ ചിലപ്പോൾ സൽഗുണങ്ങൾ നഷ്ടപ്പെടുത്തി കളയും. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഔദാര്യം, ദാനധർമ്മം എന്ന് പറയുന്നത്. ദാനം കൊടുത്തുകൊണ്ടിരുന്നു, എന്തോ അസുഖം വന്ന്, സാമ്പത്തിക പ്രയാസം വന്ന്, ബുദ്ധിമുട്ട് വന്ന്, പിന്നെ അതൊക്കെ മാറിപ്പോയാൽ പിന്നെ ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് നിർത്തിവെച്ച ദാനം പുനരാരംഭിക്കാൻ കഴിയാത്ത സ്വഭാവം നമുക്ക് പലപ്പോഴും പിടികൂടാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവും, ആളുകളുടെ ജീവിതമല്ലേ. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം അറിയാതെ നമ്മെ പിടികൂടിയേക്കാവുന്ന ഒന്നാണ് ഈ ലുബ്ദെന്ന് പറയുന്നത്. അതിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് അഭയം തേടാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ഒട്ടനവധി ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അൻ അംർ ഇബ്നു മൈമൂൻ ഖാല ഹദ്ദസനി അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഅവ്വദു മിനസ് സുഹ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹിൽ നിന്ന് സൽഗുണങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ചയച്ച സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പതിവായി അഭയം തേടുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ഷുഹിൽ നിന്ന് അഥവാ പിശുക്കിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുന്നത് പതിവാക്കിയിരുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൽ നിന്ന് പിശുക്കിൽ തന്നെ ബാധിക്കാതിരിക്കുവാൻ വേണ്ടി അള്ളാഹുവിൽ അഭയം തേടുന്നത് പതിവാക്കിയിരുന്നു. വൽജുബിൻ, ഭീരുത്വത്തിൽ നിന്നും, വഫിത്നത്തി സ്വദർ, സദറിൻ്റെ കുഴപ്പങ്ങളിൽ നിന്ന്, വഅദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്നും. അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് അഭയം തേടേണ്ട ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വമിൻ ഖഹരി റിജാൽ എന്നുള്ള പ്രാർത്ഥനകളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ഈ പ്രാർത്ഥന പതിവാക്കിയിരുന്ന പ്രാർത്ഥനകളിൽപ്പെട്ട ഒന്നാണ് ബുഖലിൽ നിന്നുള്ള രക്ഷ എന്ന് മനസ്സിലാക്കുക. ഹൃദയത്തിൻ്റെ ആർദ്രതയെ നശിപ്പിച്ച് കളയുന്ന, മറ്റുള്ളവരുടെ കണ്ണീരിനും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടും അലിയാത്ത കഠോരമായ ഒരു മനസ്സിൽ നിന്നുമുണ്ടാകുന്ന പ്രതികരണവും പ്രതിഫലനവുമാണ് ബുഖൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഗൗരവകരമായിത്തീരുന്നത്. ഒന്നത് മനുഷ്യരുടെ കഷ്ടപ്പാടിൽ അലിയാത്തൊരു മനസ്സ്, രണ്ട് അത് റബ്ബിൻ്റെ ഔദാര്യത്തിന് മുമ്പിൽ തലകുനിക്കാത്ത അഹങ്കാരം. ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് ഒരുത്തൻ പിശുക്കനായിത്തീരുന്നത്. ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞാൽ, റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് മുമ്പിൽ തലകുനിയാത്തൊരു മനസ്സ്, സഹജീവികളുടെ കഷ്ടപ്പാടുകൾക്ക് മുമ്പിൽ ആർദ്രമാവാത്ത ഒരു ഹൃദയം, ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് ഒരുത്തൻ പൂർണ്ണമായ പിശുക്കനായി മാറുക. നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഅഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കാരണം, സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اغفر لنا وارحمنا وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.